ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രാവിലെ തിരക്കായിരിക്കും അല്ലേ. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് താമസിച്ചാട്ടോ കഴിഞ്ഞിട്ട് രാവിലെ നല്ല മസാല ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അതേ മാവല്ല നല്ല സൂപ്പറായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഉപ്പിട്ട് നല്ലതായിട്ട് ഇളക്കുമായിരുന്നു ഞാൻ. അപ്പോൾ മസാലയാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഉരുളക്കിഴങ്ങും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ സെറ്റാക്കി അറിയാമല്ലോ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കി മസാല ദോശയും സാമ്പാറും കൂടെ കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഞങ്ങൾ വീട്ടിലായിരിക്കും ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ദേ മഴയൊക്കെ തീർന്നെന്ന് വിചാരിച്ചു. ഓണമൊക്കെ ഓണമായി, ചിങ്ങം തുടങ്ങി, കർക്കിടകം എല്ലാം അവസാനിക്കും. പക്ഷേ മഴയ്ക്ക് ഒരു കുറവുമില്ല. നല്ല സൂപ്പർ മഴയാട്ടോ. അപ്പോൾ അതേ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും ഇവിടെ നല്ല അടിപൊളി മഴയാട്ടോ നടക്കുന്നത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദേ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല ചൂട് സാമ്പാറും മസാല ദോശയും കാണാമോ എല്ലാവർക്കും? കണ്ടോ? കഴിക്കാൻ പോകും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ അതേ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരും. സ്പെഷ്യൽ എന്താണ്? സാമ്പാറും ദോശയാണ്, മസാല ദോശ. സാമ്പാർ ഞാൻ വൈകിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചു. അല്ല പിന്നെ രാവിലെ എല്ലാം കൂടെ ഭയങ്കര പാടല്ലേ. അപ്പം ഞാനും റയാൻകുട്ടനും കല്ലുകുട്ടിയും മാത്രമേ ഉള്ളൂ കഴിക്കാൻ. ചുറ്റോ രാവിലെ പോയി. ഇപ്പോൾ വർക്ക് തുടങ്ങിയല്ലോ, കഴിക്കാൻ വിളിക്കാനില്ല. അല്ലെങ്കിൽ ചമ്മന്തി ഇറക്കേണ്ടി വന്നേനെ. സാമ്പാറിനോട് വലിയ താല്പര്യമില്ല, ചമ്മന്തിയാണ് ഇഷ്ടം. ഇപ്പം ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് സാമ്പാർ മാത്രം. അപ്പം ഹാപ്പി. അപ്പം എല്ലാവർക്കും ഓണമൊക്കെ എവിടെ വരെയായി? എല്ലാവരും ഓണമൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ ആഘോഷമൊക്കെ അല്ലേ. ഞങ്ങളിവിടെ അംഗൻവാടിയിൽ ആഘോഷിച്ചു. സ്കൂളിൽ പിന്നെ പേരൻസ് ചെല്ലണ്ടായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ ഇല്ലായിരിക്കും ചിലപ്പം. ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. അനിയത്തി അവിടെയുണ്ടല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിലാണ് ഞങ്ങളുടെ ഓണം. അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം.